കഴിഞ്ഞ വീഡിയോയിൽ മൗണ്ട് ടിറ്റിലിസിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. സോ ടുഡേ വി ആർ എക്സ്പ്ലോറിംഗ് ദ പോപ്പുലർ സിറ്റി ഇൻ സ്വിറ്റ്സർലാൻഡ്, ദി ലുസേൺ. നമ്മളിപ്പോൾ ഉള്ളത് ലുസേണിലാണ്. സോ നമ്മൾ ലുസേൺ സിറ്റിയിലൂടെ ഇങ്ങനെ ഒരു നടക്കുവാ. ഞങ്ങളിങ്ങനെ ഒന്ന് രണ്ട് മോണുമെന്റ്സ് ഒക്കെ കാണാനുണ്ട്, അത് കാണണം. കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം, ചെറിയ വിൻഡോ ഷോപ്പിംഗ്. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ പോകണം. ഇതൊക്കെ ലുസേൺ സിറ്റിൻ്റെ അടുത്തടുത്താണ് കേട്ടോ. ചോക്ലേറ്റ്സ് നോക്കണം. അതെ, ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനാണ് പ്ലാൻ. നിങ്ങൾ എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ഞാനിത് പ്രത്യേകിച്ച് പറയണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്നത്, വാക്കിംഗ് ത്രൂ ദ സിറ്റി. ഇതാ സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരു മോണുമെൻ്റ് ആണ്, കോൾഡ് ദി ഡൈയിങ് ലയൺ. ഫ്രഞ്ച് റെവല്യൂഷനിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട വാരിയേഴ്സിനുള്ള ഒരു ട്രിബ്യൂട്ടാണ് ആ മെമ്മോറിയൽ. ആൻഡ് വി കെപ്റ്റ് വാക്കിംഗ്. പിന്നെ ഇവിടുത്തെ കടേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഈ സമയത്ത് ഓപ്പൺ ചെയ്യാൻ ലേറ്റ് ആവും. 11 മണിക്ക്. 11 മണിക്ക് ഓപ്പൺ ചെയ്താലും ആളുണ്ടാവില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാധനം വാങ്ങിച്ചിട്ട് കാർഡ് ഇട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, ഒരു സെയിൽസ്മാൻ പോലെ ഒരാളുണ്ടാവില്ല. ചോക്ലേറ്റ്സ് ഉണ്ട്. ഒന്നും കഴിക്കാത്തതുകൊണ്ട് ടേസ്റ്റ് അറിയില്ല. നല്ലതാണ്. 70% പറയുന്നത് ചിലപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ നോക്കാം. സ്വിസ് വാച്ച് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഷോപ്പിലേക്ക് പോയ ഞാൻ അവസാനം ചോക്ലേറ്റ്സ് മാത്രം വാങ്ങി മടങ്ങുവാണ് ഗൈസ്. വേറൊന്നല്ല റീസൺ, ഒടുക്കത്തെ പൈസ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല, അത്രയും പൈസ. അതുകൊണ്ട് എൻ്റെ ഹാർട്ടടിക്കുന്നു. അതുകൊണ്ട് ചോക്ലേറ്റ്സ് മാത്രം തൽക്കാലം വാങ്ങി. ഇനി ഇതൊക്കെ ഈ വാച്ചൊക്കെ വാങ്ങണമെങ്കിൽ, യൂട്യൂബിൽ നല്ല സംഭവമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. ലോകത്ത് തന്നെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രീസിലൊന്നാണ് സ്വിറ്റ്സർലാൻഡ്. അത് ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ കാഴ്സും ബിൽഡിങ്സും ഈവൻ ആൾക്കാരെ കണ്ടാലും മനസ്സിലാവും. ഷോറൂം കണ്ടോ, ഷോപ്പ് കണ്ടോ. ഇപ്പോൾ കൂടുതലും കാണുന്ന വാച്ചിൻ്റെ ഷോപ്പിംഗ് കേട്ടോ. ഇല്ലാത്ത ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഷോപ്സുകൾ. പിന്നെ അപ്പുറത്ത് റോളക്സിൻ്റെ മാത്രമായിട്ടൊരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ഈ കാണുന്നതാണ് റോയ്സ് റിവർ. ഈ റിവറിന് ചുറ്റിപ്പറ്റിയാണ് ലുസേൺ സിറ്റി ഉള്ളത്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റിവേഴ്സിലെ ഒന്നാണിത്. ബാക്കിയുള്ള 3 ഏതാന്ന് വെച്ചാൽ ഇന്നലെ കണ്ട റെയിൻ നദി, പിന്നെ ടിസീനോ ആൻഡ് റോൺ. ഈ സ്ഥലത്ത് റോയ്സ് നദിക്ക് കുറുകെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പാലമുണ്ട്, കോൾ ദി ചാപ്പൽ ബ്രിഡ്ജ്. ഒരുപക്ഷെ നിങ്ങൾ കമ്പ്യൂട്ടർ വാൾപേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത്. സോ ബ്യൂട്ടിഫുൾ, റൈറ്റ്? ലുസേൺ സ്ട്രീറ്റിലെ ഒരു ടിപ്പിക്കൽ സ്വിസ് ഈവനിങ് ആണത്. You can see lights all over. ബാക്കിലൊരു ചേർച്ചിൽ മണിയടിക്കുന്നുണ്ട്. You can see the streets are lit up. ഇവിടെ എല്ലാം ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ആളുകളെല്ലാം അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. The street is busy. പിന്നെ വെതർ ചില്ലാണ്. A typical European street. A lovely evening too. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതാണ് ലൂസ് നദി. ആക്ച്വലി ലൂസ് നദിയുടെ തീരത്തുള്ള സ്ട്രീറ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലൂസ് നദിയുടെ തീരത്തുള്ള സിറ്റി ആയതുകൊണ്ടാണ് ലുസേൺ എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. തിരിച്ചിവിടുന്ന് പോവാൻ തോന്നുന്നില്ല. സച്ച് എ ലവ്ലി സിറ്റി. നല്ല ലൈറ്റ്സും എന്താ പറയുക, മൊത്തം ഈ ഒരു വ്യൂ ഉണ്ടല്ലോ.
ചില സമയങ്ങളിലൊക്കെ നമുക്കൊരു ലൈറ്റായിട്ടൊരു മ്യൂസിക് കേൾക്കാം. അത് ചിലപ്പം സ്ട്രീറ്റിലുള്ള ഏതെങ്കിലും ഒരു മ്യൂസീഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിൽ നിന്നുള്ള മ്യൂസിക് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ കഴിയും. ബട്ട് ഇതൊക്കെയാണ് ഒരു പക്ഷേ ഈ യൂറോപ്യൻ സ്ട്രീറ്റ്സിനെ ഇത്രയും ലൈവ് ആക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണില്ല. വെറുതെ ഒരു സ്മൂത്തായിട്ട് ജെന്റിലായ ഒരു മ്യൂസിക് ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ നടന്നു പോകുമ്പോൾ ആക്ച്വലി ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മ്യൂസീഷ്യൻ ഉണ്ട്, അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. ഇതുവരെ നമ്മൾ ഈവനിങ് നടന്നതിലൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്, അല്ലേ? നല്ല നല്ല ഹാപ്പിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പള്ളീൻ്റെ അത് പറഞ്ഞ പള്ളി മണി സൗണ്ടും അതെല്ലാണ്ടും നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ആൾക്കാർ. പാരീസിലുള്ള ആൾക്കാർ നല്ല ഫാഷനബിളാണ്. അവർ ഒടുക്കത്തെ ലുക്കാണ്. അത് എന്താ പറയുക, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ആളുകൾ ഭയങ്കര എക്സ്ട്രീംലി സ്റ്റൈലിഷ് ആണ്. ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നല്ല എന്താ പറയാ, രസമാണ് ഇങ്ങനെ ഇവിടെ സ്ട്രീറ്റ്സിലൂട്ടൊക്കെ നടക്കാൻ. ലവ്ലി. ഈ ഹോൾ യൂറോപ്പ് ട്രിപ്പ് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എൻറിച്ചിങ് മെമ്മറബിൾ ഈവനിങ്സിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ബിക്കോസ് ഓഫ് ദ ആംബിയൻസ്, ലൈറ്റ്സ് ഓൾ അറൗണ്ട്, മ്യൂസിക്, ദി വൈബ് ആൻഡ് ദ പീപ്പിൾ അറൗണ്ട് ഹിയർ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാം, അപ്പം ക്രോസ് ചെയ്യാം. ലുസേണിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ലൈറ്റൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ആൻഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു ഹ്യൂജാണ്. പെട്ടെന്ന് കാണുമ്പോൾ മുംബൈയിലെ ലോക്കൽ ട്രെയിൻ പോയില്ലേ നമ്മൾ, അതേപോലെ തോന്നുന്നത്. ട്രെയിൻ കണ്ടോ, ഡബിൾ ഡെക്കർ മേലെ കണ്ടോ. നോർമൽ ട്രെയിൻ പോലും നമ്മളെ മെട്രോ ട്രെയിൻ പോലെയാണ് തോന്നുന്നത് കാണാൻ. ദാറ്റ്സ് ഓൾ ഫ്രം സ്വിറ്റ്സർലാൻഡ്. ഇനി ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കണം, അത്രയേ ഉള്ളൂ. സോ ബാക്കിയൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം.